Yes, good morning. Good morning, sir. Good morning, sir. Yes, good morning, Akshara. Gauri, good morning, sir. Good morning, sir. Sudhanya, okay, Aggie. Okay, Divya. ആരംഭിച്ചാലോ? Okay, Ragi. Okay, Rukia. മറ്റു ക്ലാസ്സിനെ പോലെ പ്രയർ ഉണ്ടോ? Good morning, sir. പറയൂ ദീപ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? Okay, sir. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മള് ഓക്കെ ദീപ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ടീഷണൽ സെന്റൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കണ്ടീഷണൽ സെന്റൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ക്യാപ്സ്യൂൾ പോലൊരു കാര്യം പറഞ്ഞു. ഒരു ക്യാപ്സ്യൂൾ പോലെ ഒരു 3 സെന്റൻസ് എപ്പോഴും ഓർത്ത് വെച്ചിരിക്കണം എന്ന് പറഞ്ഞു. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഇതാണ് ഞാൻ പറഞ്ഞൊരു വാചകം. ഇഫ് യു വർക്ക് ഹാർഡ് അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണ്, അപ്പൊ ഇത് വില്ല് വരും. ഇഫ് യു വർക്ക് ഹാർഡ് പാസ്റ്റ് ടെൻസ് ആണ്, അപ്പൊ അപ്പുറത്ത് വുഡ് വരും. ഇഫ് യു ഹാഡ് വർക്ക്ഡ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, അപ്പൊ അപ്പുറത്ത് വുഡ് ഹാവ് വരും. ഓക്കെ,
ഇതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കേസുകളൊക്കെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു വാചകം തരുന്നുണ്ട്. ഒരു വാചകം തന്നിട്ട് അതിന്റെ ഒരു ഭാഗമേ തരുന്നുള്ളൂ, ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പൂരിപ്പിക്കാം. ഓരോരുത്തർക്ക് അവരവരുടെ രീതിയിൽ പൂരിപ്പിക്കാം. അപ്പൊ ഒരാളുടെ ആൻസർ തന്നെ ആവുമെന്ന് എല്ലാം എടുത്തത്. പക്ഷെ ടെൻസ് നോക്കണം. തന്നിരിക്കുന്ന ടെൻസ് ഏതാണ് അതിനോട് മാച്ച് ചെയ്യുന്ന ടെൻസ് ആയിരിക്കണം അപ്പുറത്ത് വരേണ്ടത്. അപ്പൊ അത് മാച്ച് ചെയ്യുന്ന ടെൻസ് വരണമെങ്കിൽ ഞാൻ പറഞ്ഞ സംഗതി ഒന്നും മറക്കാതിരിക്കണം. ഏതാണ്? ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്ഡ് എന്ന് പറയുന്ന ആ ഒരു ക്യാപ്ഷൻ, ആ ഗുളിക, അതൊന്ന് ഓർത്തിരിക്കും. ഓക്കെ, വെരി ഗുഡ്. വാചകം ഇതാണ്: if it rains, R-A-I-N-S, rains. ഒന്നും കൂടി പറയാമോ? If it rains, R-A-I-N-S, rains, പിന്നെ ഡാഷ് ഇടുക, പിന്നെ ഡാഷ് ഇടുക. ഓക്കെ, ഓരോരുത്തർക്ക് പൂരിപ്പിക്കാം. നോക്കിയേ, ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കിയത് ഏത് ടെൻസാണ് നോക്കാം. റെയിൻ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്, മഴ പെയ്യുക അല്ല, റെയിൻസ്. അത് ഇറ്റ് വന്നുകൊണ്ട് എസ് ചേർത്താണ്. അപ്പൊ ഇപ്പുറത്തെ വന്നിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പുറത്ത് അപ്പൊ എന്ത് വരും എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കുക. ഇഷ്ടമുള്ള പോലെ പൂരിപ്പിച്ചു. ഓരോരുത്തർക്ക് അവർക്ക് ഇഷ്ടമുള്ള പോലെ. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ. യെസ്, ഓരോരുത്തരും അവരുടെ ഭാവനക്ക് അനുസരിച്ച് പൂരിപ്പിച്ചു. മഴ പെയ്യുകയാണെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പൂരിപ്പിക്കാം. മഴ പെയ്യുകയാണെങ്കിൽ, ഇഫ് ഇറ്റ് റെയിൻസ്. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ഓക്കെ റുക്കിയ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഐ അപ്രീഷിയേറ്റ് യു, വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ബില്ല് ഉപയോഗിച്ചു. ഐ വിൽ എൻജോയ്. മഴ പെയ്യുകയാണെങ്കിൽ ഞാനത് ആസ്വദിക്കും. യു മസ്റ്റ് ടേക്ക് എൻ അംബ്രല്ല. ഐ വിൽ സ്റ്റേ അറ്റ് ഹോം. In our bag. Okay, Sudhi. Okay. Yes. അപ്പുറത്ത് എഴുതുമ്പോ വില്ലോ, ഷാലോ, ക്യാനോ, മേയോ. ഗൗരി, വേർഡ്സ് വിൽ ബി നൽകിക്കോ. വിൽ ബി ഹാപ്പി. Okay, I will go to sleep നൽകിക്കോ. I shall get wet. Okay. Very good, very good. I will be happy. Happy adjective ആയതുകൊണ്ട് will be ആണ്. Okay. If it rains, you will get wet. Okay. Shahana, very good, very good. Okay. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായെന്നുള്ള കാര്യം എനിക്ക് പിടികിട്ടി. ഓക്കെ. ഓക്കെ. ബബിത ഓക്കെ, ദിവ്യ ഓക്കെ, റെഡിയാണ്. നെക്സ്റ്റ് സെന്റൻസ്. ആൽഫിയ കറക്റ്റ് ആണ്. ഐ വിൽ കുക്ക് ഫുഡ്. മഴ പെയ്യുകയാണെങ്കിലാണ് ഭക്ഷണം ഉണ്ടാകുള്ളൂ അല്ലേ, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാകില്ല. യെസ്, ഓക്കെ. യെസ്. അടുത്ത വാചകം നോക്കിയോ. ഇഫ് ഐ knew, KNEW, knew
answer, ANSWER, answer dash. If I knew, KNEW, knew answer dash. Okay. No അറിയുക present tense ആണ്. New അതിന്റെ എന്താണ്? past tense ആണ്. Okay. അപ്പൊ ഒരു സൈഡിൽ വന്നേക്കുന്ന past tense ആണ്. അപ്പൊ ഇത് അപ്പുറത്ത് വരേണ്ടത് എന്താണെന്ന് ആലോചിച്ച് ചെയ്യണം. ചോദ്യം ഇതാണ്, if I knew the answer, എനിക്ക് ഉത്തരം അറിയാമെങ്കിൽ. യെസ്, പഠിച്ചു. ഓക്കെ ഷഹന, വെരി ഗുഡ്, വെരി ഗുഡ്. അന്നാറോയി വുഡ് കഴിഞ്ഞ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാവൂ. ആ ED കളഞ്ഞു, ബാക്കി ശരിയാണ്. ഓക്കെ റുഖിയ. സുരേഷ്മി ഓക്കെ. വെരി ഗുഡ് ശ്രുതി. I will get a high score. Very good. Yes. അപ്പൊ അപ്പുറത്ത് എന്ത് വരും? പാസ്റ്റ് ടെൻസ്. ഒന്നിലേക്ക് വുഡ് വരും, അല്ലെങ്കിൽ ഷുഡ് വരും, അല്ലെങ്കിൽ വുഡ് വരും. സർ വില്ല് വരുമോ? അപ്പോ വില്ല് വരൂല. വില്ല് വരുന്നുണ്ടെങ്കിൽ KNW നോ എന്ന് വരുമായിരുന്നു. അതാണ് ഞാൻ ക്യാപ്ഷൻ പഠിച്ചു നോക്കാൻ പറഞ്ഞത്. ദിവ്യ കറക്റ്റ് ആണ്. ആരാണ് വില്ല് വരുമെന്ന് ചോദിച്ചേ? ഞാൻ ഷഫ്രീനാണ് സർ. ഓക്കെ ഓക്കെ, നമുക്ക് പറയാട്ടോ. ഇതൊരു കൺഫ്യൂഷൻ വന്നു, അതുകൊണ്ടാ. ഓക്കെ. ഓക്കെ ഓക്കെ, അപ്പൊ അത് ഇത് കറക്റ്റ് ആണ്. ഓക്കെ റനീഷ ഓക്കെ. ഓക്കെ, അപ്പൊ ഞാൻ ഓക്കെ, അൽഫിയ വളരെ നന്നായിട്ട് പറഞ്ഞത്. ഐ വിൽ ഷെയർ വിത്ത് അനദർ സ്റ്റുഡന്റ്. ഞാൻ വേറെ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തേനെ. ഓക്കെ ഓക്കെ, നിങ്ങളുടെ ഭാവന ഉണരുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ഭാവന ഉണരാൻ പറ്റില്ല ഇവിടെ വില്ല്. ഓക്കെ ഓക്കെ, ഇതേ ഇതിന്റെ ഇടയ്ക്ക് എഴുതുന്നതിന്റെ പേര് ഞാൻ വരാം. ഷഫ്രീൻ ഓക്കെ ഓക്കെ, ഒരു 2 മിനിറ്റ് വെയിറ്റ്. ഓക്കെ ഓക്കെ, ഇനി പറഞ്ഞു ഷഫ്രീനെ. എന്തായാലും ഷഫ്രീന് സംശയം തോന്നിയത്? അല്ല, വില്ല് വരില്ലാന്ന് സാറ് പറഞ്ഞു, പക്ഷെ വില്ല് വരുന്നുണ്ട്. ഓക്കെ, ഞാനേ ഒരു ക്യാപ്ഷൻ പോലെ 3 സെന്റൻസ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഓർക്കുണ്ട്. അപ്പൊ അത് രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് വായിച്ചേ. ഞാൻ പുറത്താണ് സർ, ക്യാപ്ഷൻ ഞാൻ പറയാം, ഷഫ്രീനെ ഓർത്തോ. ഇഫ് യു വർക്ക് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ വില്ല് വരാം. ഇഫ് യു വർക്ക് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അപ്പുറത്ത് വുഡ് വരാവും, വില്ല് വരാൻ പാടില്ല. വുഡ് വരാവും. വില്ല് എന്നുള്ളതിന്റെ കണ്ടീഷൻ പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ഒരു ഓർമ്മ. അതൊന്നുകൂടെ പറഞ്ഞുതരോ ആ 3 ക്യാപ്ഷൻ? ഒരു മിനിറ്റ്. വുഡ് വരാവും. ഓക്കെ റനീഷ, വെൽക്കം. വുഡ് വരാവും. അപ്പോ ഇവിടെ നോ എന്ന് പറഞ്ഞ പ്രസന്റ് ടെൻസ് ആണ്, അപ്പൊ വില്ല് വന്നേനെ. KNW ന്യൂ എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്, അപ്പൊ എന്താ വരാം? വുഡ് വരുള്ളൂ. വില്ല് എന്നുള്ളതിന്റെ കണ്ടീഷൻ വുഡ് വരാം, വുഡ് വരാം, ഷുഡ് വരാം, മൈറ്റ് വരാം. ഓക്കെ, റനീഷ് എന്താ ചോദിച്ചേ? സർ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെ ആ 3 ക്യാപ്ഷൻ പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. അത് ഒന്നുകൂടെ ഇതല്ല സാറ് പറഞ്ഞു. പറഞ്ഞത്, 3 വേറെ ഒന്നാണ് പറഞ്ഞത്. സാറ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെയാണ് അതിന്റെ റെക്കോർഡ് ക്ലാസ് കണ്ടത്, അതുകൊണ്ട് നല്ല ഓർമ്മയുണ്ട്. പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? വേറെ ഒന്നുമില്ല. പറഞ്ഞിട്ടുണ്ട് സാറ് പറഞ്ഞിട്ടുണ്ട്. You will pass. If you worked hard, you would pass. If you had worked, you would have passed. ഇതൊരു ക്യാപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്യാപ്ഷൻ അനുസരിച്ചിട്ടാണ് അവര്, നിങ്ങൾ മക്കളെ SSLC ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കും 9 10 വരും ഇതേ ബേസ് ചെയ്തിട്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ ഈ ക്യാപ്ഷൻ മറക്കാണ്ടിരിക്കും. ഇത് നമ്മൾ ക്യാപ്ഷൻ പോലെ ഓർത്തു കഴിഞ്ഞാൽ ഒരു ഡൗട്ട് ഉണ്ടോ, ക്ലിയർ ചെയ്ത് തരും? ഇപ്പം വില്ലും എന്താ പറയാ ഫ്യൂച്ചർ ടെൻസ് അല്ലേ? അപ്പൊ വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷണൽ ഫോം ആണ്. കണ്ടീഷണൽ ഫോം.
വുഡ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഐ വുഡ് ഡ്രിങ്ക് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാല് കുടിക്കാറുണ്ടായിരുന്നു, ഇപ്പൊ കുടിക്കണില്ലെന്നാണ്. ഓക്കെ ഐ വിൽ ഡ്രിങ്ക് മിൽക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പാല് കുടിക്കും എന്നാണ്. ഓക്കെ വുഡ് എന്ന് കഴിഞ്ഞതിന് ശേഷം അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഹാബിച്വലായ ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വുഡ് ഉപയോഗിക്കുക. പിന്നെ ഇത് ഒരു കാര്യമുണ്ട് കേട്ടോ, വുഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊളൈറ്റ് ആയിട്ട് ചില വുഡ് യു പ്ലീസ് കം വിത്ത് മീ കണ്ടോ റിക്വസ്റ്റ് ആയിട്ട് ഉപയോഗിക്കും. വുഡിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് വുഡ് വെച്ച് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ചില ആളുകൾ പറയും വില്ല് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വുഡ്. പാസ്റ്റ് ടെൻസ് എന്നല്ല പറയാ, കണ്ടീഷണൽ ഫോം എന്നാ പറയുന്നത്. കണ്ടീഷണൽ ഫോം. വില്ല് എന്നുള്ളതിന് വുഡ്, ഷാൽ എന്നുള്ളതിന് ഷുഡ്, ക്യാൻ എന്നുള്ളതിന് കുഡ്, മേ എന്നുള്ളതിന് മൈറ്റ്. ഓക്കെ, ഇനി വേറെ ആരും സംശയം ചോദിച്ചല്ലോ? ഈ ഇതിനില്ലേ ഇപ്പൊ ഈ നിലവിലുള്ള ന്യൂ എന്നല്ലേ സാറ് പറഞ്ഞത്, ഫൈ ന്യൂ ദ ആൻസർ. അപ്പൊ അവിടെ ഈ വില്ലും വുഡും എന്താണ് ഡിഫറൻസ് വരുന്നത്? സാർ പറഞ്ഞില്ലേ ഫൈ നോ എന്നാണെങ്കിൽ വില്ലും ന്യൂ എന്നാണെങ്കിൽ വുഡും. ഓക്കെ ഓക്കെ ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇഫ് ഐ നോ ദ ആൻസർ, എനിക്ക് ആൻസർ അറിയാമായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ആൻസർ അറിയാനായിട്ടൊരു സാധ്യത ഉണ്ടാവും. ഇഫ് ഐ നോ ദ ആൻസർ ദർ ഇസ് എ പോസിബിലിറ്റി, ഒരു സാധ്യതയുണ്ട്. നേരെ മറിച്ച് ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, ഇഫ് ഐ ന്യൂ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സാധ്യതയില്ല. എക്സാമ്പിൾ പറയാം, എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കും, ഭർത്താവ് പറഞ്ഞില്ല, അപ്പൊ പിറ്റേ ദിവസം ഷഫ്രീൻ പറയുമ്പോൾ പറയും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്നേനെ. കണ്ടോ, എന്നോട് പറഞ്ഞില്ല, ഈ പറയാൻ ചാൻസും ഇല്ല, ഇന്നലെ പറയേണ്ടതായിരുന്നു. പിടികിട്ടിയെങ്കിൽ മാത്രം പിടികിട്ടിയെന്ന് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ വീണ്ടും പറയും. അല്ല ഇപ്പൊ പറയാം, ഭർത്താവിനോട് പറയുന്നത് ഇപ്പൊ തലേ ദിവസം ഇഫ് യു ടെൽ, എന്നോട് പറയുകയാണെങ്കിൽ ഐ വിൽ കം, ഞാൻ വരും. അപ്പൊ പുള്ളി പറഞ്ഞില്ല, പിറ്റേ ദിവസം അത് പരിപാടി ആകെ ചളമായി വിചാരിക്കും. അപ്പൊ പിറ്റേ ദിവസം നമ്മളൊരു പരാതി പോലെ പറയില്ലേ, എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നേനെ, എന്നോട് പറഞ്ഞില്ലല്ലോ, അവരോടൊന്നും പറയില്ലല്ലോ, പറയില്ലേ? അവിടെ പറയേണ്ടത് എന്താണ്? ഇഫ് യു ടോൾഡ് മീ ഐ വുഡ് കം. ഇനി അതും കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞു, നമ്മൾക്ക് ഒരു കാര്യം നമുക്ക് ഭർത്താവിനെതിരെ പറയാൻ ചാൻസ് ഇല്ല, പിന്നെ നമ്മൾ വേറെ ഏത് സന്ദർഭവും വീണ്ടും എടുത്തില്ലേ. അപ്പൊ നമ്മൾ പറയുകയാണ് അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നേനെ എന്ന് പറയില്ലേ. അപ്പൊ ഇഫ് യു ഹാഡ് ടോൾഡ് മീ ഐ വുഡ് ഹാവ് കം. അതും സാധ്യതയില്ല, കാര്യം അതും കഴിഞ്ഞു പോയതാണ്. യു വിൽ പാസ്, അപ്പൊ പാസ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം തോറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇഫ് യു വർക്ക് യു വുഡ് പാസ്. നീ പഠിച്ചതൊക്കെ പാസ്സായത്, നിങ്ങൾക്ക് ബുദ്ധിയോടെ വെച്ചായിരുന്നു, ഇത് തോറ്റുപോയില്ലേ. അത് റിസൾട്ട് വന്നതിന് ശേഷം പറയുന്നതാണ്. കണ്ടോ, കാണുമ്പോൾ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ശരിക്കും അതൊരു പാസ്റ്റ് ടെൻസ് തന്നെ അല്ലേ? അതൊരു പാസ്റ്റ് ഒരു ഫീൽ തന്നെ അല്ലേ വരുന്നത്? പാസ്റ്റ് ടൈമിലല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്? ഏതാണ് വുഡ് യൂസ് ചെയ്തത് കഴിഞ്ഞു പോയ ഒരു കാര്യത്തിനെ സൂചിപ്പിക്കാനല്ലേ. വില്ല് എന്ന് പറയുമ്പോ നീ പഠിച്ചാൽ നീ പാസ്സാകും എന്ന് പറയുന്നോടത്തല്ലേ വില്ല് വന്നത്? സാധ്യതയുള്ളത്, പോസിബിലിറ്റി. ഇത് രണ്ടും സാധ്യതയില്ലാത്തതാണ്. കഴിഞ്ഞു പോയി. ഓക്കെ, മനസ്സിലായി. താങ്ക് യു സർ, താങ്ക് യു. അടുത്ത കേട്ടോ, if I had gone, gone there, there, if I had gone there, dashed. ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചു. If I had gone there, ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ. പോയില്ല, 4 ദിവസം കഴിഞ്ഞിട്ട് പറയാം ഞാൻ അന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ. ബാക്കി നിങ്ങൾക്ക് പൂരിപ്പിക്കാം. അപ്പൊ ഇവിടെ ഹാഡും വെർബിന് പാസ്റ്റ് പാർട്ടിസിപ്പിളും വന്നു. അപ്പൊ അപ്പുറത്തേക്ക് തന്നെ വുഡ് ഹാവും വെർബിന്, അല്ലെങ്കിൽ ഷുഡ് ഹാവ്, അല്ലെങ്കിൽ കുഡ് ഹാവ്, ആ രീതിയിലും അല്ല. അത് ഓർമ്മയുണ്ടാവുന്നത് പറഞ്ഞു. ഓക്കെ, ചെയ്തോളൂ.
ഇവിടെ വുഡ് ഹാവ് ഉപയോഗിക്കുമ്പോൾ വെർബിന്റെ ഫസ്റ്റ് ഫോം അല്ലേ യൂസ് ചെയ്യുള്ളൂ? അല്ല ഹാവ് കഴിഞ്ഞ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഹാവ് കഴിഞ്ഞ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ രജില, വെരി ഗുഡ്. സാർ വുഡ് എന്നല്ലേ പറഞ്ഞത് ക്വസ്റ്റ്യനില്? ഫസ്റ്റ് ക്ലോസിൽ വുഡ് ആയിരുന്നില്ലേ? Had. If I had gone there. Okay. If I have. റുക്കിയ, ആ മീറ്റ് എന്ന് പറഞ്ഞ പ്രസന്റേഴ്സ് ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. ഓക്കെ. ഓക്കെ ഷഹാന. ഓക്കെ സജിത. പെട്ടെന്ന് കട്ടായില്ലേ, ഞാൻ വായിച്ചു വരട്ടെ. ഓക്കെ. അൽഫിയ, ഐ വുഡ് ഹാവ് ബീൻ വേണം കേട്ടോ. അത് പാസീവ് വോയിസ് ആണ്. ഓക്കെ. അല്ലെങ്കിൽ ഹാപ്പി എന്നുള്ള വീട് മാറ്റിയിട്ട് ഗെറ്റ് ഹാപ്പി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയി. ഗോട്ട് ഹാപ്പി എന്ന് പറഞ്ഞാൽ. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഇപ്പൊ എൻജോയ് ആണ് ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചത്. അത് നമ്മൾ എന്ത് യൂസ് ചെയ്യും ഇവിടെ? എൻജോയ്ഡ്. അപ്പൊ ഐ വുഡ് ഹാവ് എൻജോയ്ഡ് അത്ര മതി. ബീൻ വേണ്ട അതിന്റെ ഒപ്പം. വേണ്ട. ഇവിടെ ഹാപ്പി എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് ആണ് ഉപയോഗിച്ചത്. അതിന്റെ പേരിൽ ഞാൻ ബീൻ പറയാൻ കാരണം അപ്പൊ പാസീവ് വോയിസ് ആയിരുന്നു. ഐ വുഡ് ഹാവ് എൻജോയ്ഡ് ദ പാർട്ടി. I would have enjoyed the function. Okay. സാർ, അപ്പൊ അവിടെ പറഞ്ഞ ബീൻ എന്ന് പറയുന്നത് വെർബായിട്ടാണോ എടുക്കുന്നത്? അല്ല, ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോഫിയ കറക്റ്റ് ആണ്. അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെയും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെയും പാസീവ് വോയിസ് എഴുതുമ്പോഴാണ് അവിടെ നമ്മൾ ബീൻ കയറുന്നത്. പാസീവ് വോയിസ് എഴുതുന്ന സമയത്താണ് ബീൻ വരുന്നത്. അപ്പോ അവിടെ പ്രവൃത്തി ചെയ്ത ആൾക്കല്ല, പ്രവൃത്തി അനുഭവിച്ച ആൾക്കാണ് ഇമ്പോർട്ടൻസ്. വി സഫറിങ് ദ ആക്ഷൻ. അപ്പൊ നമുക്ക് ആ പാസീവ് വോയിസ് വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് പറയാതെ ഇങ്ങനെ പറയുമ്പോൾ അത് പിടിയിട്ടില്ലേ. യെസ്. ഓക്കെ, ഷെഫ്രീൻ കറക്റ്റ് ആണ്. അൽഫിയ, ഓക്കെ. യെസ്, നിങ്ങളത് പെട്ടെന്ന് കട്ട് ചെയ്യില്ല, ഞാനത് വായിച്ചു വല്ലോളൂ. എല്ലാവരുടെങ്കിലും പുറയിൽ വരുമ്പേ. യെസ്. ഓക്കെ. അപ്പൊ അപ്പുറത്ത് വുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ്, ഷുഡ് ഹാവ് പറ്റുന്നത് മാത്രം. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ. ഞാൻ നിങ്ങളോട് വുഡ് ഹാവ് ബി എൻജോയ് എന്ന് എഴുതിയിട്ടുണ്ട്, അത് കറക്റ്റ് ആയിരിക്കോ? വുഡ് ഹാവ് ബി എൻജോയ് എന്ന് എഴുതിയിട്ടുണ്ട്, അതും കറക്റ്റ്. വുഡ് ഹാവ് എൻജോയ്ഡ്. പറയൂ ദീപാവലി. ഇഫ് ഐ ഹാഡ് ഗോൺ ദേർ ഐ വുഡ് ഹാവ് മീറ്റ് ആണോ കൊടുക്കേണ്ടത്? നമ്മൾ ഒരാളെ കണ്ട് മീറ്റ് പ്രസന്റൻസ് ആണ്. അതിന്റെ പ്രസൻസ് മെറ്റ് ആണ്. മെറ്റ് തന്നെയാണ്. അപ്പൊ ഐ വുഡ് ഹാവ് മെറ്റ് ഹിം. ഞാൻ ഇങ്ങനെ എഴുതിയേ, ഇഫ് ഐ ഹാഡ് ഗോൺ ദേർ ഐ വുഡ് ഹാവ് മീറ്റ് എന്നാണ് എഴുതിയത്. അപ്പൊ മെറ്റ് ആക്ടർ മോഹൻലാൽ എന്ന് എഴുതിയ കുഴപ്പമുണ്ട്? മെറ്റ് മോഹൻലാൽ. അറ്റ് വേണ്ട, ഐ വുഡ് ഹാവ് മെറ്റ് മോഹൻലാൽ. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ മോഹൻലാലിനെ കാണുമായിരുന്നു. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. യെസ്, മോഹൻലാൽ ഫാൻസ് ആണോ ഉണ്ണി? ഓക്കെ. യെസ്, ഞാൻ ഒരു സംശയം ചോദിക്കുന്നത്, ഞാൻ നിങ്ങളോട് ഫസ്റ്റ് നെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സെന്റൻസ് ചെയ്യിപ്പിച്ചായിരുന്നു എപ്പോഴെങ്കിലും? കുറച്ച് ക്ലാസ്സിൽ ഫസ്റ്റ് നെക്സ്റ്റ് ദെൻ ആഫ്റ്റർ ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല. ഓക്കെ. ഞാനൊരു ആക്ടിവിറ്റി ഇടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോ നിങ്ങൾ വളരെ ഭാവന സമ്പന്നരായ ആളുകളായതുകൊണ്ട് ഞാൻ പറയുന്ന വാചകം എഴുതുക. ഒരു സ്ഥലത്ത് എഴുതി വെക്കുക, FIRST, ഫസ്റ്റ് അതിന് റൗണ്ട് ചെയ്തേക്ക. ഫസ്റ്റ്, അതിന്റെ അടിയിൽ നെക്സ്റ്റ്, അതിന്റെ അടിയിൽ ദെൻ, ഓരോന്ന് എഴുതി റൗണ്ട് ചെയ്യുക.
അതിന്റെ ഇടയിൽ ആഫ്റ്റർ ദാറ്റ്, അതിന്റെ ഇടയിൽ ഫൈനലി. ഓക്കെ, ഒന്നുകൂടി പറയാം. ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ, ആഫ്റ്റർ ദാറ്റ്, ഫൈനലി. ഇവിടെ ഞാൻ നോക്കി നേരത്തെ കഴിഞ്ഞപ്പോ വളരെ ഭാവന സമ്പന്നരായ ആളുകൾ ഇതിനകത്തുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ദീപാവുണ്ണി മോഹൻലാലിനൊക്കെയാണെന്ന് പറഞ്ഞു. എനിക്ക് അറിയാവുന്ന ഉത്തരം ഞാൻ അവർക്ക് ഷെയർ ചെയ്യും, അവർക്ക് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നല്ല ഭാവന സമ്പന്നരായ ആളുകൾ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ഭാവന വിടരുവാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ആക്ടിവിറ്റി പറഞ്ഞാണ്. ഇതാണ് നമ്മുടെ വാചകം. ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ, ആഫ്റ്റർ ദാറ്റ്, ഫൈനലി. നിങ്ങളെല്ലാവരും ആരും മാറരുത്. നിങ്ങളെല്ലാവരും എന്താ പറഞ്ഞത് സർ? ആഫ്റ്റർ ദാറ്റ് അല്ല, നെക്സ്റ്റ് കഴിഞ്ഞിട്ട് ദെൻ ഉണ്ടോ? നെക്സ്റ്റ് ഒന്നുകൂടി പറയാം, നോക്കുന്നത്. ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ, ആഫ്റ്റർ ദാറ്റ്, ഫൈനലി. ഓക്കെ, നജില കടവത്ത്. സർ ഓക്കെ, നജിലിനോടാണ് ഫസ്റ്റ് ചോദ്യം. നജിലക്കാണ് കുറച്ച് ധൈര്യം ഉള്ളത് തോന്നി. അപ്പൊ നജിലിനോടാണ് ഫസ്റ്റ് ചോദ്യം. നജില മെന്റലി പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കുക ഫസ്റ്റ് പറയാനായിട്ട്. ബാക്കിയുള്ളവരോട് കൂടിയാണ് ചോദിക്കുന്നത്. സംഗതി ഇതാണ്, അതായത് നിങ്ങൾ എല്ലാവരും 5 സെന്റൻസ് പറയണം. ആ 5 സെന്റൻസ് പറയുന്നതിലെ ഫസ്റ്റ് സെന്റൻസിന്റെ ആദ്യത്തെ ലെറ്റർ ഫസ്റ്റ് എന്നായിരിക്കും. രണ്ടാമത് പറയുന്ന സെന്റൻസിന്റെ ഫസ്റ്റ് ലെറ്റർ നെക്സ്റ്റ് എന്നായിരിക്കും. മൂന്നാമത് പറയുന്ന സെന്റൻസിന്റെ ഫസ്റ്റ് ലെറ്റർ ദെൻ എന്നായിരിക്കണം. നാലാമത് പറയുന്ന സെന്റൻസിന്റെ ഫസ്റ്റ് ലെറ്റർ ആഫ്റ്റർ ദാറ്റ് എന്നായിരിക്കും. അഞ്ചാമത് പറയുന്ന സെന്റൻസിന്റെ ഫസ്റ്റ് ലെറ്റർ ഫൈനലി എന്നായിരിക്കും. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, എടാ ഇത് എങ്ങനെ ആരംഭിക്കുന്നതൊക്കെ തോന്നും. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്കത് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, അവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുക. ഓക്കെ, വെരി സിമ്പിൾ. നമുക്ക് ഞാൻ എന്റെ കുറെ എക്സാമ്പിൾ ഇട്ട് തരും. ഞാൻ പറയുന്ന എക്സാമ്പിൾ ആരും എടുക്കാൻ പാടില്ല. അത് ഡിലീറ്റ് ആയി. നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രസകരമായി ഉപയോഗിച്ചു. എക്സാമ്പിൾ, ആദ്യം എന്ത് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്തു, അവസാനം എന്ത് ചെയ്തു, ഇത്രയുള്ളൂ. ഞാൻ പറയണം, എക്സാമ്പിൾ പറയണം. ഫസ്റ്റ്, ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning. രാവിലെ ഞാൻ 6 മണിക്ക് എഴുന്നേറ്റ്. കറക്റ്റ് ആയില്ല. നെക്സ്റ്റ്, ഐ ബ്രഷ്ഡ് മൈ ടീത്ത്. ഞാൻ പല്ല് തേച്ചു. ദെൻ ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ. ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം 1 കപ്പ് ചായ കുടിച്ചു. ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം ഐ ചെക്ക്ഡ് മൈ ഇമെയിൽസ്. ഞാൻ എൻ്റെ ഇമെയിൽ ഒന്ന് ചെക്ക് ചെയ്തു. ഫൈനലി ഐ വെന്റ് ടു ഓഫീസ്. അവസാനം ഞാൻ ഓഫീസിലേക്ക് പോയി. കണ്ടോ, ഇത് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ഇപ്പൊ പറയാം. ഇനിയിപ്പോ നിങ്ങൾ ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയാണ്, നിങ്ങൾക്ക് അത് പറയാം. ഫസ്റ്റ്, ഐ ടുക്ക് 2 eggs. Next, I cut the vegetables and vegetables and onion and ginger and chili. കട്ട് ചെയ്തു. എഴുതാൻ പോയപ്പോ സാർ അത് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത് മാറ്റിയിട്ട് ബിരിയാണി ഫ്രൈഡ് റൈസ് ഒക്കെ എടുക്കല്ലേ. പിന്നെ അതിനെ പറയാം. Then I put some coconut oil in the pan. After that, I mixed all these items. Finally, the omelette was ready. ഇനി ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു സുഹൃത്തി പറഞ്ഞ എക്സാമ്പിൾ പറയാം. അല്ലെങ്കിൽ അത് ആ കുട്ടിയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ പറയും. അതായത് ആ കുട്ടിയുടെ വീട്ടില് KSEBിയുടെ ഉദ്യോഗസ്ഥൻ വന്ന് മീറ്റർ റീഡിങ് എടുത്ത് ബില്ല് കൊടുത്തപ്പോൾ ഭയങ്കര പൈസ കൂടിപ്പോയി. അപ്പൊ എന്ത് ചെയ്തു, ആ പെങ്കൊച്ച് ആ ഉദ്യോഗസ്ഥനുമായിട്ട് ഭയങ്കര വഴക്കിട്ടു. അയാളൊക്കെ പറഞ്ഞു. പിന്നെ ഈ പെങ്കൊച്ച് എന്ത് ചെയ്തു, നേരെ KSEBിയുടെ ഓഫീസിൽ പോയി അയാൾക്കെതിരെ പരാതി കൊടുത്തു. ഓക്കെ, ഞാൻ ഇപ്പൊ അത് പറയാണ്. അപ്പൊ ആ പെൺകുട്ടി എന്താ പറയണേ, ഫസ്റ്റ് ഐ ഹാവ് ഡൗട്ട് അബൌട്ട് ദ ഹ്യൂജ് ബിൽ ഓഫ് ദി meter of our house. Okay, next I asked about the details to the KSEB staff who came to take the reading. Then we quarreled with each other.
After that, I went into the KCB office and gave a written complaint. Finally, I became his wife. ഒടുവില് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് ഞാൻ മാറി. ഇതുണ്ടായ സംഭവം കണ്ടോ? ഇത് ഞാൻ നിങ്ങളുടെ ഭാവനയ്ക്ക് വിട്ടുതന്നാണ്. ഇതുപോലെ ഒരു പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് രസകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരുപാട് സംഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. അത് നാടകീയമായിട്ട് ഓർക്കുക. അപ്പൊ എല്ലാവരും ആ ഫസ്റ്റിന്റെ നേരെ ഒരു വരി എഴുതി വെക്കും, രണ്ടാം മൂന്നാം വരി എഴുതി വെക്കും. കാരണം എന്താ വെച്ചാല് അക്ഷരം എഴുതി വെച്ചു, സാറേ ഇത് എന്നെ കൊണ്ട് ഇതേ രാജു പറഞ്ഞു എന്ന് പറയരുത്. അപ്പൊ അതുകൊണ്ട് അക്ഷരം എഴുതുമ്പോ 1, 2, 3 എഴുതി വെക്കുക. കാരണം വെച്ചാൽ നമ്മൾ വിചാരിക്കുമ്പോൾ വേറെ ആൾ പറയും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പോലെ രസകരമായിട്ട് ചിലപ്പോൾ ഒരാളെ കണ്ടുമുട്ടിയതായിരിക്കാം, അതുമല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിയതായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ ആദ്യം പഠിച്ചു സ്കൂള്, അതിനുശേഷം പഠിച്ചു സ്കൂള്, അതിനുശേഷം പഠിച്ചു സ്കൂള്, ഫൈനലി ഇന്ന സ്ഥലം കേട്ടോ. ഇങ്ങനെ വേറെ ഒരു ജാലകം ഞാൻ നിങ്ങളുടെ ജാലകം അല്ല, ഒരു വാതിൽ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ നെജിലയുടെ ഭാവന ഉണരട്ടെ. അപ്പൊ നെജിലയുടെ ഐശ്വര്യത്തിൽ വേണം ബാക്കിയുള്ളവരൊക്കെ പറയാനുണ്ട്. ഓക്കെ, ഐശ്വര്യം വേണ്ട. ഞാൻ കുറെ ഒന്നും ആലോചിച്ചില്ല സാറ്. സ്റ്റാർട്ടിങ് പറഞ്ഞപ്പോ തന്നെ എക്സാമ്പിൾ പറയുന്നതിന് മുന്നേ തന്നെ എന്റെ മനസ്സിൽ വന്നത് ഞാൻ എഴുതി വെച്ചു. പെട്ടെന്ന് ചോദിച്ചത് പറയാന്ന് വിചാരിച്ചിട്ട്. ഓക്കെ 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 രസകരമായിട്ടുള്ളതൊന്ന് റെഡി ആയിക്കോ. ഭാവനയ്ക്ക് ഉണരട്ടെ, കുറച്ച് കയ്യിൽ നിട്ടോ. ഇപ്പൊ ഇത് പറയട്ടെ, ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ്സില് ഞാൻ ഇത് ഇപ്പൊ നമുക്ക് 5 എണ്ണമില്ലേ, 5 എണ്ണം കഴിഞ്ഞ അപ്പുറത്തൊരു ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞ MT1 ഞാൻ ചോദിച്ചപ്പോ അവരുടെ 4 കുട്ടികളെ പ്രസവിച്ച കേസാണ് പറഞ്ഞത്. ഫസ്റ്റ് ഐ ഗേവ് ബർത്ത് ടു കുട്ടിയുടെ പേര്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അങ്ങനെ നല്ല രസകരമായിട്ടാണ് അവതരിപ്പിച്ചത്. അത് ഒട്ടും ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്ത ഒരു ടീച്ചറായിരുന്നു. അതായത് ഇതിവരൊക്കെ പറയണ കേട്ടപ്പോ ഇതിന്റെ മനസ്സിന് ഇത് ഇങ്ങനെയാണ് തിരിയാണ്. ഇതൊന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനമില്ല. തെറ്റാണെങ്കിലും കുഴപ്പമില്ല, ഞാനത് പറയട്ടെ സാറേ, ഞാൻ പറയുന്നു. ഓക്കെ രജില പറഞ്ഞു. ഫസ്റ്റ് ഐ വെന്റ് ടു കണ്ണൂർ. നെക്സ്റ്റ് ഐ മെറ്റ് ദ ഡോക്ടർ. യെസ്. Then I ate the lunch. Yes. After that, I watched a movie. Yes. Finally, I came back. Okay. Very good, very good. നല്ല വെടിപ്പായിട്ടുള്ള ഇംഗ്ലീഷ് ആയിരുന്നു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ നെജില ആദ്യം പറഞ്ഞതുകൊണ്ട് നെജിലക്ക് ഒരു ചാൻസ് കൂടി വീണ്ടും തരാം, ആലോചിച്ചു വെച്ചു. നെജിലക്ക് ആലോചിക്കാൻ കുറച്ച് സമയം കിട്ടിയിട്ടുള്ളൂ. ഫസ്റ്റ് പറഞ്ഞത് നെജിലാണ്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ഇങ്ങോട്ട് വരിക. ഓക്കെ, ഇനി ഞാൻ പറയാം സാർ, ഇനി ഞാൻ പറയാം, അങ്ങനെ ഇരിക്കണം. ഓക്കെ, very good. Alfia, I appreciate your good mic. Okay. First, I feed my baby. Next, I will change his dress. Yes. Then I will go to kitchen. Yes. After that, I will go to town and purchase grocery items. Yes. Finally, return my home and I will check my Montessori recorded class. Very good, very good. Okay, 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 okay. Very good, very good, very good. ഞാൻ പറയട്ടെ സർ? Yes, പറഞ്ഞിട്ടല്ല, പറയണമല്ലോ, പറയൂ. First, I decided to meet my family. Yes. Next, I booked my tickets. Next, I booked my tickets. Yes. Then I packed my baggages. Yes. After that, I left to airport. Yes. Finally, I reached my home and met my parents. Very good, very good, very good. Okay, 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 Shabrin. Very good, very good. Okay. ഇനി അടുത്താരാണ്? വേറെ ഒന്നുമില്ല. ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ്, ഫൈനലി. സിമ്പിൾ അല്ലേ? സാർ ഞാൻ പറയാം. ഓക്കെ, ഗൗരി പറഞ്ഞു. ആര്യ. ഫസ്റ്റ് ഐ ഗോ ടു കൊടൈക്കനാൽ. ഒക്കെ പറ, കേൾക്കുന്നില്ല, ശബ്ദത്തിൽ കൂട്ടി പറഞ്ഞോളൂ. First, I go to Kodaikanal. First I go to Kodaikanal. Yes. Next, I see suicide point. Yes. Then it's a time for lunch. Yes. After that, the lunch. Finally, I return to home. Okay, 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 okay. Very good, very good, very good. Next. സാർ ഞാൻ പറയാം. യെസ്, ദീപാവലി പറയൂ. ഞാൻ ഇന്ന് ദീപ വരാതെ നോക്കിയിരിക്കുന്നു. ഒന്നും അറിയത്തില്ല, തെറ്റട്ടെ, നോ പ്രോബ്ലം. കോമഡിയാണ്. ഓക്കെ.
first I washed my face. Yes. Next I put the powder. Yes. Then I touched the red bindi. Yes. പിന്നെ after that I Hmm. looked in the mirror. Yes. പിന്നത്തേത് finally I became a beautiful girl. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇഷ്ടപ്പെട്ടത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചത്. ഓക്കെ, നിങ്ങൾ ഒരു ഫേഷ്യൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സംഗതി ചെയ്യണത് അതിന് ഫസ്റ്റ് നെക്സ്റ്റ് ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞാൽ പറ്റില്ലേ, എപ്പോഴും നെക്സ്റ്റ് 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 എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ഒരു അരോചകരമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ ചെയ്തു, ആഫ്റ്റർ ദാറ്റ് ദെൻ ഫൈനലി. കേട്ടോ, അതൊക്കെ നല്ല ഫ്ലൂവന്റ് ആയിട്ട് നല്ല രസകരമായിട്ടും ആ സാഹചര്യത്തിനനുസരിച്ചിട്ട് വരണം. ഓക്കെ, ദീപാവലി ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്, വെരി ഗുഡ്. ഓക്കെ, Thank you, sir. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പറയാം. ഓക്കെ റനീഷ പറഞ്ഞു. ചെറുതാണ് സാർ, എനിക്ക് അധികം അറിയില്ലെങ്കിലും. ഫസ്റ്റ് ഐ കട്ട് വെജിറ്റബിൾസ്. Next, put some salt, then put some oil. After that, put some drops lemon juice. Finally, salad ready. Finally, the salad was ready. Okay, okay, okay. ഇനി അത് കഴിച്ചാൽ മതി. Yes, okay. ഇനി ഓക്കെ, ഓരോരുത്തരുടെ മനസ്സിൽ തോന്നിട്ടില്ലേ, പറയൂ. സർ ശരിയാണോ അറിയില്ല. ശരിയാണെന്ന് കൊടുക്കുന്നു, അങ്ങനെ ചിന്തിക്കുക വേണ്ട. യേശുദാസിനെ പോലെ പാടും, എസ് ജാനകിനെ പോലെ പാടും, ഞാൻ എന്റെ സ്റ്റൈലിൽ പാടും. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട. ഈ സിനിമയുടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പല ആളുകളും വരുമ്പോ മോഹൻലാലിനെ അല്ലെങ്കിൽ മമ്മൂട്ടി അനുകരിക്കുന്നുണ്ട്. അവരൊന്നും നിലനിൽക്കില്ല. എപ്പോഴും അവരുടേതായ ഒരു ശൈലിയിൽ വരുമ്പോഴല്ല, അതൊരു വെറൈറ്റി ഫീൽ ചെയ്യും. അപ്പോ വിവിധയുടെ ശൈലി ഞാൻ ഇങ്ങനെയാണ്. ഓക്കെ, വെരി ഗുഡ്. First I meet my friend. Next we go to park. Then I eat ice cream. After that party, finally I went to. ഇതാണോ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞത്? പ്രതിഭയാണ്, പ്രതിഭാസമാണ്. വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. ഇനി അടുത്താണ് മറ്റേ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഓരോരുത്തരും വിളിക്കണം. ഞാൻ വിളിക്കുന്നില്ല ആരെയും. നിങ്ങൾ സോ മനസ്സിലാക്കി പോരട്ടെ. ഓക്കെ, അന്നാറോയ്ക്ക് തരാം. അഫ്ന പറഞ്ഞോളൂ. First, I studied biology. Yes. Next, I studied maths. Yes. Then I studied chemistry. Yes. After that, I prepared for exam. Yes. Finally, I got full marks. Finally, I got first rank. Okay, very good. And very variety ഉണ്ടായിരുന്നു അഫ്ന. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ ആളുകൾ പോയ ട്രാക്കിൽ നിന്ന് വ്യത്യസ്തമായ ട്രാക്കിലൂടെ പോയി. വെരി ഗുഡ്, വെരി ഗുഡ്. അന്നാറോയ്. First, my son drew many lines. Next, he's drawing different size of circles. Then he drew a pictures of a cat with a circle. After that, he drew many small pictures like flowers and etc. Finally, he's draw the pictures of animals, peoples, what you say. അങ്ങനെ ഇപ്പൊ എന്ത് കണ്ടാലും കണ്ടതൊക്കെ വരയ്ക്കുക. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് അന്നാറോയ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ പറയുക എന്നുള്ളതാണ്, പറയുന്നതിനെ തെറ്റൊന്നും നോക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞു. യെസ് സാർ, ഒന്നുകൂടി ഞാൻ പറയാം. യെസ് നജില, ഒരു First, I put my phone on charge. Yes. Next, I took a bath. Yes. Then I ate my breakfast. Okay. After that, I got ready for my job. Yes. Finally, sentence mistake ഉണ്ടോന്ന് അറിയില്ല. Finally, I realized that I didn't on the switch for charging. I forgot. കേട്ടില്ല. I realized that I didn't on the switch for charging. The charge switch on ചെയ്യില്ല. Idea is very good, very good, very good. Yes. Okay, 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 okay. Yes. ഇനി അടുത്താരാണ്? സോ മനസ്സാ പറയൂ. സോമനസാല് പോരട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും വരുന്നില്ലല്ലോ. ദിവ്യ,
ഷഹാന, അക്ഷര, ഗൗരിപ്രിയ. യെസ്. വീണ്ടും ഗ്രാമറിലേക്ക് തന്നെ പോകേണ്ടി വരുമോ? എന്താ നേരം പറയാതെ? അയച്ചായിരുന്നു. ഒക്കെ പറയൂ. ഞാനേ അതിലയച്ചായിരുന്നു. സാർ ക്ലിയർ ആയില്ലേട്ടാ? ദിവ്യ എഴുതി അയച്ചിട്ടുണ്ടെന്നാ പറഞ്ഞെന്ന് തോന്നുന്നു. ആ ഓക്കെ 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 ദിവ്യ. യെസ്. പറഞ്ഞ ആർക്കെങ്കിലും ഒന്നുകൂടി പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പറയട്ടെ. രസകരമായ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഓർത്തെടുത്ത് വെച്ചോ. ഓക്കെ, നമുക്കിനി അക്ഷര പറഞ്ഞോളൂ. തെറ്റുണ്ടാന്നറിയില്ലട്ടോ സാർ. അതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്, അത് മറന്നേക്കൂ. ഓക്കെ. First, I wake up 4 a.m. in the morning. Okay. Then the one-day trip to Mamalakandam, Munnar. Yes. Then it was a KSRTC trip. Yes. After that, I ate food and I bought some chocolates and other things. Okay. Finally, I reached my home at midnight. I enjoyed the trip. Thank you. Very good, very good. ഇതാണോ തെറ്റുണ്ടെന്ന് പറഞ്ഞത്? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, ഇത് സംഭവിച്ച കാര്യം തന്നെയല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അടുത്തത്. സർ ഞാൻ പറയാം. യെസ്. ഓക്കെ, ഷഹാന പറയൂ. First, I took my pencil and paper. Yes. Next, I draw a picture into the sheet. Okay. Then I colored it. After Okay. that, I gave it to my child. And Yes. finally, she is very happy. Okay, very good, very good. Okay, 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 okay. ഷഹാന. Thank Okay. you, sir. ഇനി ആരാണ് അടുത്തത്? സൈബ നസ്രിൻ. ഷഫ്രിനെ വേറെ ഒരാളെ ആലോചിച്ച് വെച്ചോട്ടോ. രാഖി. യെസ്. ഞാനിങ്ങനെ അടുത്തതാണെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ആരും വരുന്നില്ലല്ലോ. നജില. Sir, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് യൂണിറ്റ് 5 and 12 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ലേ, മോഡൽ ക്വസ്റ്റ്യൻസ്. അതിലത്തെ കമ്പൈൻ ദ ടു സെന്റൻസസ് ഇൻടു വൺ യൂസിങ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് അത് മനസ്സിലായില്ല. നമ്മൾ എടുത്തല്ലേ പാർട്ടിസിപ്പിൾ? ആ, ഓക്കെ 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 ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഐ ഫെൽറ്റ് പിറ്റി ഫോർ ദ ബെഗർ, ഐ ഗവ് ഹെർ സം മണി. പക്ഷെ അതിന്റെ ആൻസർ എങ്ങനെ കിട്ടണമെന്ന് മനസ്സിലായില്ല. ഒന്നുകൂടി പറഞ്ഞേ, ചോദ്യം പറഞ്ഞേ. ഐ ഫെൽറ്റ് പിറ്റി. ഐ ഫെൽറ്റ് പിറ്റി എന്നല്ലേ? ഐ ഫെൽറ്റ് പിറ്റി ഫോർ ദ ബെഗർ, ഐ ഗവ് ഹെർ സം മണി. ഐ ഗവ് ഹെർ സം മണി. അതിന്റെ അടിയിൽ ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ഫീലിംഗ് പിറ്റി ഫോർ ദ ബെഗർ. ഫീലിംഗ് പിറ്റി, I gave her, feeling pity for the beggar, I gave her some money. അതിൽ ആൻസർ കൊടുത്തിട്ടുണ്ടായി. ഓക്കെ, അതെങ്ങനെ കിട്ടിയെന്നാണ് മനസ്സിലാക്കാണ്ട് പോയെ? അതിന്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, പക്ഷെ അതിന് എനിക്ക് മനസ്സിലായില്ല. അത് അതെ, ഫീലിംഗ് പിറ്റി അത് നമ്മൾ ജെറണ്ട് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ജെറണ്ട് എന്ന് പറഞ്ഞാൽ ING ഫോമാണ്. ഓക്കെ, നമ്മളിപ്പോ സാധാരണ ഇതില്ലേ, ഓക്കെ ഞാൻ പറയട്ടെ, അത് പറഞ്ഞുതരാം. ഓക്കെ, ഇത് ജെറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് സർ? ജെറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരെണ്ണം പറഞ്ഞില്ലേ ഇതിനകത്ത്, ING ചേർക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഓർക്കുന്നില്ലേ നമ്മള്? സാർ ING ചേർത്തിട്ട് പ്രസന്റ് പാർട്ടിസിപ്പിളാ പറഞ്ഞത്, ജെറണ്ട് പറഞ്ഞില്ലായിരുന്നു. ജെറണ്ട് എന്ന് പറയുമ്പോ ഇപ്പോ സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്, അതില് സ്മോക്കിംഗ് അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നേ? സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ, അത് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ 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 ഓക്കെ, അപ്പൊ പറഞ്ഞുതരാം കേട്ടോ ഷഹാന. ഓക്കെ, നമുക്ക് അത് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഇതിനകത്ത്
ബാലൻസ് പറയാനുള്ളവര്? ഇപ്പൊ 5 മിനിറ്റ് കൂടെ ഉള്ളൂ. സർ ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഫസ്റ്റ് ഐ ഫ്ലൈ ടു സ്കൈ. Next I touch the stars. Yes. Then I walked on the moon. Yes. After that I visit Mars. Yes. Finally I come back to Earth. Okay, very good. Afna, okay, very good. Yes. Okay. ഇനി അടുത്തതാരാണ്? ഒരു 14 മിനിറ്റ് കൂടി ബാലൻസ് ഉള്ളൂ. ഞാനിപ്പോ അടുത്ത് വേറെ ഒരു ഗ്രാമറിലോട്ട് പോയിരുന്നതാണ്. ആരും പറയുന്നില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള സെന്റൻസുകൾ ഇനിയും പറയേണ്ടി വരും. ഇനി ആർക്കെങ്കിലും? യെസ്, ആരും പറയുന്നില്ല? ഓക്കെ, ഞാൻ വിചാരിച്ചത് നിങ്ങൾ നിർത്താതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ കണ്ടീഷൻ സെന്റൻസിലേക്ക് ഞാൻ വീണ്ടും പറയുകയാണ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്ഡ് എന്ന് പറഞ്ഞ ആ സംഗതിയിലേക്ക് വീണ്ടും വരികയാണ്. ചോദ്യം ഇതാണ്, if you lower, L-O-W-E-R, lower the price, P-R-I-C-E, price dash. നോക്കാം, if you lower, നിങ്ങൾ കുറക്കുകയാണെങ്കിൽ, എന്ത്? വില. നിങ്ങൾ വില കുറക്കുകയാണെങ്കിൽ, ലോവർ പെർസെന്റേജ് ആണ്, അതിന്റെ പെർസെന്റേജ് ആണ് ലോവർ. അപ്പൊ ഇത് ലോവർ പെർസെന്റേജ് ആണ്. ഓക്കെ, അതിന്റെ ബാലൻസ് നിങ്ങൾ ഫിൽ ചെയ്ത് ഇഷ്ടമുള്ള പോലെ. ഓക്കെ ഷഫ്രീൻ, വെരി ഗുഡ്. ഓക്കെ റുക്കിയ. ഓക്കെ അൽഫിയ. എഴുതാൻ നിങ്ങൾ മിടുക്കന്മാരാണ്. പറയുന്ന കാര്യത്തിൽ വരുമ്പോഴാണ് ചെറിയൊരു സംശയം, അല്ലെങ്കിൽ ഒരു ഷഹാന. ഓക്കെ, ഓക്കെ ഗൗരി. യെസ്, ഇനി ആരെങ്കിലും? എഴുതിയെല്ലാം കറക്റ്റ് ആണ്. ഇഫ് യു ലോവർ ദ പ്രൈസ്, നീ വില കുറയ്ക്കുകയാണെങ്കിൽ, വി വിൽ കോൾ ഹിം, ഞങ്ങൾ അവനെ വിളിക്കാം, ഒന്ന് സാധനം വാങ്ങാൻ പറയാം, അല്ലേ? വെരി ഗുഡ്. വി വിൽ ബൈ ദ ഐറ്റംസ്. ഓക്കെ, ശരിയാണ്, എഴുതിയത് കറക്റ്റ് ആണ്. അടുത്തത്, if they, okay Rukia, I will buy extra things. Okay, very good. I will recommend for others. അപ്പൊ ഒരു ED കളഞ്ഞോട്ടെ. അക്ഷര അതിൻ്റെ അതൊരു ED വേണ്ട, പാസ്റ്റ് ടെൻസ് അല്ല, റെക്കമെൻഡ്. വില്ല് കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, ഞാൻ വേറൊരു വാചകം പറയാണ്. if they okay, Anara, I will buy the whole fruits. Very good. If they ordered, O-R-D-E-R-E-D, ordered, past tense ആണ്. If they ordered cake, C-A-K-E, cake, dash. If they ordered cake, dash. ഓക്കെ, അവർ കേക്ക് ഓർഡർ ചെയ്തെങ്കിൽ ബാലൻസ് നിങ്ങൾ പറയും. ഓർഡേഡ്, O-R-D-E-R-E-D, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ അതനുസരിച്ചുള്ള വ്യത്യാസം അടുത്ത കോഴ്സിൽ വേണം. എന്താണെന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ലെന്ന് നിങ്ങൾക്കറിയാം.
റെനീഷ ആ ബില്ല് വന്നപ്പോൾ മിസ്റ്റേക്ക് വന്നു. മറ്റേ ക്യാപ്ഷൻ ഓർക്കുക. ബാക്കി ശരിയാണ്. റുക്കിയ ശരിയാണ്. സൈബ ഗുഡ് കഴിഞ്ഞ പെർസെന്റേജ് ആണ്. 8% ആയി പോയി. ഓക്കെ സൈബ കറക്റ്റ്. Sir, if they order cake, food cut the evening. പറയാൻ വൈകിട്ട് മുറിക്കാമായിരുന്നു. I would cut. I would cut. I would cut അല്ലേ? ഓക്കെ. വുഡ് വല്ലം അല്ലെങ്കിൽ കുഡ് വല്ലം. ഷഫ്രീൻ, അൽഫിയ, അൽഫിയ വുഡ് ഹാവ് വരുമ്പോൾ ഇപ്പോഴത്തെ പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. ഇഫ് ഐ ഹാഡ് ഓർഡേഡ് എന്ന് പറയുമ്പോഴാണ് അപ്പുറത്ത് വരിക. ദിവ്യ വുഡ് കഴിഞ്ഞാൽ പർച്ചേസ് എന്ന് പറയില്ല, പർച്ചേസ്. വുഡ് കഴിഞ്ഞാൽ പെർസെന്റേജ് ഉപയോഗിക്കുന്നത്. സർ വിളിച്ച് തെറ്റാണോ? അപ്പൊ വുഡ് ഹാവ് പറയണം. വുഡ് ഹാവ് വരുമ്പോ ഇപ്പുറത്തെ എന്ത് വരണം? ഞാൻ വുഡ് ഹാവ് പറഞ്ഞിട്ടില്ല, ഐ വുഡ് കളക്ട് ദാറ്റ് എന്നാ പറഞ്ഞു. ഐ വുഡ് കളക്ട് കറക്റ്റ് ആണോ? ഞാനിപ്പോ വേറൊരാളെ കുട്ടിയിൽ വുഡ് ഹാവ് വന്നപ്പോഴാണ് പറഞ്ഞത്. പേര് ഞാൻ ഓർക്കുന്നില്ല. യെസ്, ഹാഡ് വുഡ് കളക്ട് കറക്റ്റ് ആണ്. യെസ്. ഓക്കെ ഓക്കെ അനീഷ, ആ ക്യാപ്ഷൻ ആയിട്ടുള്ള സെന്റൻസുകൾ മറക്കാതിരുന്നാൽ മതി. ഇഫ് യു വർക്ക് യു വിൽ പാസ്, ഇഫ് യു വർക്ക് യു വുഡ് പാസ്, ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്. യെസ്. ഓക്കെ, അടുത്ത വേറെ പറയാം. If you had come to my home, if you had come to my home, 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 dash. If you had come to my home, നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ. If you had come to my home പൂരിപ്പിച്ചോളൂ. അപ്പൊ ഇവിടെ ഹാഡ് ഉണ്ട്, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ട്. അപ്പൊ അപ്പുറത്ത് നിന്ന് ഒരു കാര്യം ആലോചിക്കുക, അത് പൂരിപ്പിക്കുക. റുക്കിയ കറക്റ്റ്. ഷഫ്രിൻ പ്രിപ്പയർഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചെയ്തു. ഓക്കെ. ഷഹാന, അൽഫിയ ഹാവ് കഴിഞ്ഞ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ തേർഡ് ഫോം. ലിജില ഓക്കെ. ഓക്കെ എന്നാ റോയ്. Raina, I would, Renisha, I would have enjoyed. Gauri, make എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ മെയ്ഡ് ആണ്. മെയ്ഡ്, MAD. Prepared, Neswani, Saswani, prepared, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഹാവ് കഴിഞ്ഞാൽ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കും.
ഓക്കെ അക്ഷര. ദിവ്യ, വെരി ഗുഡ്. I would have given you a surprise. Okay, very good. Sir, ഞാൻ ഒരെണ്ണം പറയട്ടെ. പറഞ്ഞോളൂ. If you had come to my home, you would have seen the എന്താ ടെല്ലിംഗ്, വർത്തമാനം പറയുന്ന തത്തയെ കാണാമായിരുന്നു. ഓക്കെ 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 ഓക്കെ. എന്താ പറയാ അതിന്, ടെല്ലിംഗ് പാരറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. അത് നമ്മളൊരു മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് വർത്തമാനത്തിലൊക്കെ. യെസ്, പറയാട്ടോ, ഒരു മിനിറ്റ്. ഇനി ആരെങ്കിലും? ഓക്കെ, റുക്കിയ. We would have planned something. അത് നല്ലൊരു സെന്റൻസ് ആണത്. നമുക്ക് ചിലതൊക്കെ പ്ലാൻ ചെയ്യാമായിരുന്നു. ഓക്കെ, യെസ്. ഇനി ആരെങ്കിലും? അപ്പോ ഇവിടെ എല്ലാം ഞാനിപ്പോ തന്നു കഴിഞ്ഞപ്പോ ഓക്കെ 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 അനീഷ, ഇവിടെ എല്ലാം ഞാൻ തന്നു കഴിഞ്ഞപ്പോ ഹാഡ് ഉള്ളതാണ് തന്നത്. അതിന്റെ അപ്പുറത്ത് നിന്ന് വുഡ് വെച്ച് ചിലപ്പോ ഈ വുഡ് ഉള്ള ഭാഗത്ത് തരും, അതിന്റെ ബാക്കി നിങ്ങളോട് ഫില്ല് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നത് ഡാഷ് ആയിട്ടും നിങ്ങൾ നേരത്തെ ഫില്ല് ചെയ്തത് ഡാഷ് ഇല്ലാതെയും വരുമെന്നാണ് പറഞ്ഞത്. രണ്ട് രീതിയിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു ചോദ്യം ഞാൻ പറയാം. We will, ആദ്യം ഡാഷ് 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 we will win, W-I-N, win the match. Dash we will win, W-I-N, win the match. നമ്മൾ കളിയിൽ ജയിക്കും. If we practice well, we will win the match. ഓക്കെ 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 ഓക്കെ, ശരിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പൂരിപ്പിച്ചോ. ആദ്യമാണ് ഡാഷ് എന്ന് മാത്രമേ ഉള്ളൂ. Sir, if you hard work, we will win the match. ഓക്കെ, ശരിയാണ്, കറക്റ്റ് ആണ്. അത് കഠിനമായിട്ട് അധ്വാനിക്കുകയാണെങ്കിൽ നമ്മൾ കളിയിൽ ജയിക്കും. ഓക്കെ, ശരിയാണ്. ആ ഹാർഡ് വർക്ക് എന്നുള്ളത് വർക്ക് ഹാർഡ് എന്നാക്കിയത്. Okay, sir. ഓക്കെ 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 ഓക്കെ. ഓക്കെ, if you come. ഓക്കെ, റെഡിയാണ്. ഓക്കെ അഫിയ. ഷഹാന, ഈ വരുമ്പോ ഒരു എസ് കൂടി ചേർക്കണം. ഗൗരി പറയുന്നത് ഇഫ് ഐ ഗോ ടു പ്ലേ, കറക്റ്റ് ആണ്. ഞാൻ കളിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ജയിക്കും. യെസ്, സിംഗുലർ വെർബാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഒരു എസ് കൂടി ചേർക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോ നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ടതായിരുന്നു. ഓക്കെ, ഞാൻ പ്രതീക്ഷിച്ച ഓക്കെ, ഇഫ് യു ജോയിൻ വിത്ത് us. ഓക്കെ, ശരിയാണ്. മറ്റേ ഫസ്റ്റ് ടെസ്റ്റിൽ ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചു. നിങ്ങൾ വന്നില്ല, നിങ്ങൾ തിരക്ക് പിടിച്ചിട്ടുള്ള പറയിലായിരിക്കും. അപ്പോൾ നിയന്ത്രിക്കാൻ തന്നെ ഞാൻ പാടുപെടും എന്നൊക്കെ ഞാൻ വിചാരിച്ചത്.
ഓക്കെ, അപ്പൊ ഇത് ആരും മാറി നിൽക്കരുത്. തെറ്റിക്കോട്ടെ, തെറ്റിയാലും പറയാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. കാരണം ഇത് നമുക്ക് കുട്ടികളോട് പറയാനുള്ളതാണ്. മാറി നിൽക്കില്ല കുട്ടികളെ അടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് അവരെ ഉപദേശിക്കാനുള്ളതാണ്. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഞാൻ ജീവിതത്തിൽ എന്താണോ ചെയ്യുന്നത് അത് മാത്രമേ മറ്റുള്ളവരെ ഉപദേശിക്കാവൂ. നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കരുത്. ആ ഉപദേശിച്ചു കഴിഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പൊ നമ്മൾ കുട്ടികളോട് പറയാനുള്ള ആളുകളാണ്. അപ്പൊ നമ്മളത് ചെയ്യുന്ന ആളുകളാണ്, മാറി നിൽക്കാതെ ചെയ്യുന്ന ആളുകളാണ്. കുറെ പേരൊക്കെ കറക്റ്റ് ആണ്. എല്ലാവരും കൂടി വരും. ഓക്കെ, വിഷ് യു. ഓക്കെ 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 യെസ് അൽഫിയ. അപ്പൊ we will meet in the next class next day. Okay, bye. Thank you, sir. Okay. Thank you, sir.